നമുക്കൊരു മാൻഡോ കാട്ടുകൊണ്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. PWDൻ്റെ ഒരു നോക്കുകുത്തിയായിരുന്നു. PWDക്ക് അതിൽ യാതൊരു പാർട്ടും അതിന് കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ എങ്ങനെ അനുമതി കൊടുത്തു എന്നൊക്കെ പരിശോധിക്കണം. വയനാടാണ്, കാരണം ഈ ടനലാണ്. മേപ്പാടിയിലെ മണ്ണ് എന്ന് പറയുന്നത് നമുക്കറിയാം, ചൂരന്മാരെതിരെ ഒരു മേഘവിസ്ഫോടനം, ഒരു അതിരൂക്ഷമായ ഒരു മഴ ഉണ്ടായാൽ അവിടെ എപ്പോഴും മണ്ണിടിച്ചിലും ലാൻഡ്സ്കേപ്പ് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ നമ്മൾ ഗൗരവമായിട്ട് പഠിക്കണം. ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടുത്തെ MLA സിദ്ദീഖുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് അങ്ങോട്ട് പോകുന്നുണ്ട്. മറ്റുള്ള അടിയന്തരമായിട്ടുള്ള മറ്റുള്ള ഡിസാസ്റ്റർ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളെ കൊടുത്തിരുന്നു. നമ്മൾ മീറ്റിംഗ് കൂടി, നമ്മൾ ആദ്യം ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം എനിക്ക് വയനാടിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ഒരു ഓൺലൈൻ മീറ്റിംഗ് കൂട്ടി കഴിഞ്ഞ ശേഷം അവിടുത്തെ സ്ഥിതിഗതികൾ പഠിക്കാൻ വേണ്ടി സെക്രട്ടറിനെ തന്നെ, സാധാരണ മറ്റ് കലക്ടറോട് പറഞ്ഞത്, ഇത് PWD സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും 2 IAS ഓഫീസർമാരെയും എഞ്ചിനീയർമാരെയും പറഞ്ഞയച്ചു. അവർ പോയിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. കലക്ടർമാരുണ്ടായിരുന്നു.